നഗരസഭാ ഭരണം LDFന് നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് LDF ചെയർപേഴ്സൺ പുറത്തായത്. BJPയുടെ ഒരു വിഭാഗം കൗൺസിലർമാരും അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് രേഖപ്പെടുത്തി. LDF ചെയർപേഴ്സണെ UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് 4 BJP അംഗങ്ങളുടെ പിന്തുണയോടെ. 12-നെതിരെ 18 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസ്സായത്. നഗരത്തിൽ വരുന്ന വികസന പ്രവർത്തനത്തെ മുരടിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ അവസാന നിമിഷം ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് തന്നെയാണ് ഞങ്ങളുടെ LDFന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ 6 മാസം പൂർത്തിയായപ്പോൾ അവർക്ക് അവിശ്വാസം കൊണ്ടുവരാമായിരുന്നു. അതല്ല എങ്കിൽ ഈ മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഏപ്രിലും അവർക്ക് അവിശ്വാസം കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ ഈ നഗരത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചാണ് BJPയിലെ 4 കൗൺസിലർമാർ പിന്തുണച്ചത്. നിലവിൽ 8 അംഗങ്ങളാണ് BJPക്ക് തൊടുപുഴ നഗരസഭയിൽ ഉള്ളത്. BJPയുടെ ഒരംഗം ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയില്ല. പാർട്ടി വിപ്പ് അനുസരിച്ച് 3 കൗൺസിലർമാർ ചർച്ചയും വോട്ടെടുപ്പും ബഹിഷ്കരിച്ചു. പാർട്ടിയിലെ വിഭാഗീയത പുറത്തുവന്നത് BJPക്ക് കനത്ത തിരിച്ചടിയായി. BJP അല്ലെങ്കിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലുള്ള BJPയെ തീരെഴുതാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിച്ച BJP വിരുദ്ധരായിട്ടുള്ള BJPക്കാരെന്ന് ഭാവിക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് അവർ BJP ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് BJPക്കെതിരെ BJPയുടെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് UDFനൊപ്പം ചേർന്നിട്ടുള്ള 4 BJP കൗൺസിലർമാർ. 6 മാസം മുമ്പ് കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും മുസ്ലിം ലീഗ് എതിർത്തു. കഴിഞ്ഞ നാളുകളിലെ മോശം ഭരണത്തിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്ന് UDF പറയുന്നു. നഗരസഭയിൽ ഈ കഴിഞ്ഞ 7 മാസക്കാലമായി സബീന വിജുവിന്റെ നേതൃത്വത്തിൽ ഭരണം വന്നതിന് ശേഷം ഈ നഗരസഭ ഒരു 10 വർഷത്തേക്ക് പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ശക്തമായി എല്ലാ ആളുകളും കൗൺസിലിൽ, ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ കൗൺസിലിൽ ഇത് ശക്തമായി പ്രതികരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ കൗൺസിലിൽ ഒരു കാര്യവും നടക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നത്. കോൺഗ്രസ് ലീഗ് കൗൺസിലർമാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് LDF ഭരണത്തിന് വഴിയൊരുക്കിയത്. News 18 തൊടുപുഴ.